ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മിനീസ് കിച്ചൻ. ഇന്ന് നമുക്ക് സൗദി അറേബ്യയിലെ ഒരു ഉരുളക്കിഴങ്ങ് പാടവും അതുപോലെ തന്നെ ഗോതമ്പ് പാടവും ഒക്കെ കണ്ടാലോ. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഹയലിനടുത്തുള്ള അൽ അജ്ഫർ എന്ന സ്ഥലത്തെ ഒരു ഫാം ഏരിയയിലാണ്. അപ്പോൾ ഇതിന് മുമ്പത്തെ വീഡിയോയിൽ ഞാൻ ഇതിനെപ്പറ്റി സൂചിപ്പിച്ചിരുന്നു. അവിടുത്തെ കൃഷി സ്ഥലങ്ങളെ പറ്റിയൊക്കെ ഒരു വീഡിയോ ചെയ്തിരുന്നു. ഇപ്പോൾ കാണാത്തവരൊന്ന് കണ്ടു നോക്കുക. ഈ കാണുന്നത് ഉരുളക്കിഴങ്ങ് പാടമാണ്. അപ്പോൾ നേരത്തെ വിളവെടുപ്പൊക്കെ കഴിഞ്ഞിട്ട് അടുത്ത സീസണിലേക്ക് കൃഷി ചെയ്ത ഉരുളക്കിഴങ്ങ് ചെടികളാണിത്. ഇതിപ്പം കിളിച്ച് വന്നതേ ഉള്ളൂ. അപ്പോൾ ഇത് ഹെക്ടർ കണക്കിന് ഇങ്ങനെ അങ്ങ് കൃഷിപ്പാടങ്ങൾ കിടക്കുകയാണ്. വളരെ ശാസ്ത്രീയമായിട്ട് ആണ് അവരിവിടെ കൃഷി ചെയ്തേക്കുന്നത്. അതുപോലെ ഹൈടെക് ഇറിഗേഷൻ ടെക്നിക്സൊക്കെയാണ് അവരിതിനു വേണ്ടി ഉപയോഗിച്ചേക്കുന്നത്. അപ്പോൾ ഇറിഗേഷൻ ചെയ്യുന്നതൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഫുൾ വീഡിയോ കണ്ടു നോക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക. ഒരു ഡെസേർട്ട് ലാൻഡിനെയാണ് ഇതുപോലെ ഒരു കൾട്ടിവേറ്റഡ് ലാൻഡായിട്ട് അവർ മാറ്റിയേക്കുന്നത്. ഇത്രയ്ക്ക് ഹൈടെക് കൃഷി രീതികളും സാങ്കേതിക വിദ്യകളും ഒക്കെയാണ് അവർ ഉപയോഗിച്ചേക്കുന്നത്. കണ്ടില്ലേ, ഉരുളക്കിഴങ്ങ് ചെടികളൊക്കെ നന്നായിട്ട് കിളിച്ച് നിൽക്കുന്നത്. വളരെ ഭംഗിയാണിത് കാണാനായിട്ട്. ഇനി നമുക്ക് ഗോതമ്പ് ചെടികൾ കൃഷി ചെയ്തേക്കുന്നത് കാണാം. ഈ കാണുന്നത് ഗോതമ്പ് പാടമാണ്. കണ്ടില്ലേ, വിശാലമായി ഇങ്ങനെ കിടക്കുകയാണിത്. ഒരു പച്ച പരവതാനി വിരിച്ചതുപോലെ വിശാലമായിട്ട് ഇതിങ്ങനെ കിടക്കുകയാണ്. ഹെക്ടറുകളോളം സ്ഥലത്താണ് ഈ കൃഷിയൊക്കെ ഇവർ ചെയ്യുന്നത്. അതുപോലെ ഞാൻ മുമ്പേ ഇറിഗേഷൻ്റെ കാര്യം പറഞ്ഞില്ലേ, അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഇറിഗേഷൻ രീതി. ഇത് സ്പ്രിംഗ്ലർ ഇറിഗേഷനാണ്. അതുപോലെ ഡ്രിപ്പ് ഇറിഗേഷനും അവർ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ടൈം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ഇത് പമ്പ് ചെയ്യും. ഇപ്പം വാട്ടർ പമ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കണ്ടില്ലേ, മികച്ച സാങ്കേതിക വിദ്യയും കൃഷി രീതികളും ഉപയോഗിച്ച് നല്ല രീതിയിലാണ് ഇവരിവിടെ കൃഷി ചെയ്യുന്നത്. ഇത്രയും സിവിയർ ക്ലൈമറ്റിക് കണ്ടീഷനിലും ഈ ഡെസേർട്ട് ലാൻഡിനെ അവരൊരു കൾട്ടിവേറ്റഡ് ലാൻഡാക്കി മാറ്റിയത് വളരെ അതിശയകരമാണ്. അതിശയിപ്പിക്കുന്ന രീതിയിലാണ് അവരിവിടെ ഓരോ കൃഷിയും ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതൊരു ചെറിയ ഒരു പോർഷൻ മാത്രമേ ഞാൻ കാണിച്ചിട്ടുള്ളൂ. ഹെക്ടർ കണക്കിന് കൃഷി സ്ഥലങ്ങളാണ് ഇവിടെയുള്ളത്. ഉരുളക്കിഴങ്ങ്, സവാള, തക്കാളി, ഡേറ്റ്സ് എന്നുവേണ്ട ഒരുപാട് കൃഷികൾ ഇവിടെ ഇവർ ചെയ്യുന്നുണ്ട്. അത് നല്ല രീതിയിൽ തന്നെ വിളവെടുക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പം ഇതൊക്കെ നമ്മൾ കണ്ടുപിടിക്കേണ്ടതാണ്. നാട്ടിലൊക്കെ ആണെങ്കിൽ എല്ലാ സംവിധാനങ്ങളും ഉണ്ടായിട്ട് നമ്മൾ ഇതിനൊക്കെ നേരെ കണ്ണടക്കുകയാണ് ചെയ്യുന്നത് എന്നോർക്കുമ്പോൾ ഒരു സങ്കടവുമുണ്ട്. എങ്ങനെയൊക്കെ കൃഷി ചെയ്യാൻ ഇവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ടും വളരെ വലുതാണ്. അപ്പം നല്ലൊരു കൃഷിപ്പാടം ഒക്കെ കണ്ടതിൽ വളരെ സന്തോഷം തോന്നി. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അതുപോലെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്